ബാർ കോഴ കേസിൽ സമയബന്ധിതമായി അന്വേഷണം പൂർത്തിയാക്കാനാകില്ലെന്ന് വിജിലൻസ്. 3 മുതൽ 6 മാസം വരെ സാവകാശം വേണ്ടിവരും അന്വേഷണം പൂർത്തിയാക്കാൻ. അന്വേഷണം പൂർത്തിയാക്കാൻ കേരള കോൺഗ്രസ് നേതൃത്വം സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിനിടെയാണ് വിജിലൻസിന്റെ ഈ നിലപാട്. രണ്ടാം ഘട്ട അന്വേഷണം പൂർത്തിയാക്കാൻ സമയമെടുക്കുമെന്നും വിജിലൻസ് ADGP ജേക്കബ് തോമസ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ അറിയിച്ചിട്ടുണ്ട്. ബാർ കോഴ കേസിൽ അന്വേഷണം പൂർത്തിയാക്കി സുഗമമായി ബജറ്റ് അവതരിപ്പിക്കാൻ ധനമന്ത്രി KM മാണിക്ക് അവസരമൊരുക്കണമെന്ന കേരള കോൺഗ്രസ് ആവശ്യം ആഭ്യന്തരമന്ത്രി വിജിലൻസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. എന്നാൽ സമയബന്ധിതമായി അന്വേഷണം പൂർത്തിയാക്കാൻ കഴിയില്ലെന്ന് വിജിലൻസ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി. 3 മുതൽ 6 മാസം വരെ സാവകാശം വേണം അന്വേഷണം പൂർത്തിയാക്കാൻ. ആദ്യഘട്ട തെളിവെടുപ്പ് മാത്രമാണ് ഇപ്പോൾ കഴിഞ്ഞത്. രണ്ടാം ഘട്ട അന്വേഷണത്തിന്റെ ഭാഗമായി ബാർ ഉടമകളെ ചോദ്യം ചെയ്യും. ഇതിന്റെ മുന്നോടിയായാണ് ബാർ ഹോട്ടൽ അസോസിയേഷന്റെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചത്. അക്കൗണ്ട് വഴി നടന്ന സാമ്പത്തിക ഇടപാടുകളുടെ വിശദാംശങ്ങൾ ശേഖരിച്ചു. അസോസിയേഷൻ ഓഫീസിൽ പരിശോധന നടത്തി 2012-13 വർഷങ്ങളിലെ മിനിറ്റ്സ് ബുക്കും വരവ് ചെലവ് കണക്കുകളുടെ വിശദാംശങ്ങളും ശേഖരിച്ചു. ആവശ്യമെങ്കിൽ ബിജു രമേശിന്റെ രഹസ്യമൊഴി ക്രിമിനൽ നടപടിച്ചട്ടം 164 അനുസരിച്ച് രേഖപ്പെടുത്തും. ഇതിനിടയിൽ 3 DYSPമാരെയും 6 CIമാരെയും ഉൾപ്പെടുത്തി അന്വേഷണ സംഘം വിപുലീകരിച്ചു. ഇതുവരെ ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ബാർ കോഴ കേസിൽ ആരോപണ വിധേയരായവരെ ഇനി ചോദ്യം ചെയ്യുന്നത്. ഇതിനിടയിൽ കേസ് കോടതിയുടെ പരിഗണനയ്ക്ക് വരാനുള്ള സാധ്യതയും വിജിലൻസ് തള്ളിക്കളയുന്നില്ല. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിജിലൻസ് ADGP ജേക്കബ് തോമസിനെ വിളിച്ചു വരുത്തി അന്വേഷണ പുരോഗതിയെപ്പറ്റി സംസാരിച്ചിരുന്നു. അന്വേഷണത്തിന് കൂടുതൽ സാവകാശം വേണ്ടിവരുമെന്ന് ADGP ആഭ്യന്തരമന്ത്രിയെ അറിയിച്ചതായാണ് സൂചന. റിപ്പോർട്ടർ, കൊച്ചി.